എല്ലാവർക്കും നമസ്കാരം. സെറ്റ് മലയാളം 2024 ജൂലൈയിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടതിന് ശേഷം കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വികാരങ്ങളുടെ റിഫ്ലക്ഷൻ അല്ല, പ്രാസങ്ങളുടെ റിഫ്ലക്ഷനാണ് ആ ഗ്രന്ഥം എന്ന മയൂര സന്ദേശത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻ സി ഡോക്ടർ എം ലീലാവതി. വികാരങ്ങളുടെ റിഫ്ലക്ഷൻ അല്ല, പ്രാസങ്ങളുടെ റിഫ്ലക്ഷനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശം എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയും പത്മനാഭപുരത്തെ കുതിരമാളികയിൽ തടങ്കലിലാവുകയും ചെയ്തു. അപ്പോൾ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാത്രം അദ്ദേഹത്തിന് പ്രവേശനം അനുവദിച്ചിരുന്നു. ആ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മയിലുകളാണ് ഈ മയൂര സന്ദേശം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. ഭാര്യയ്ക്ക് എഴുതുന്ന സന്ദേശകാവ്യമായിട്ടാണ് മയൂര സന്ദേശം എഴുതിയിരിക്കുന്നത്. ആയില്യം തിരുനാൾ മഹാരാജാവിന് ശേഷം വിശാഖം തിരുനാൾ രാജാവാകുകയും കേരളവർമ്മയെ മോചിപ്പിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം: യുവജന ഹൃദയം സ്വതന്ത്രമാണവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ ഏതു കാവ്യത്തിലെ വരികൾ? ഓപ്ഷൻ സി ലീല. കുമാരനാശാൻ്റെ ലീലയിലെ വരികളാണ് യുവജന ഹൃദയം സ്വതന്ത്രമാണവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ. ലീലയിലെ തന്നെ പ്രശസ്തമായ വരിയാണ്: ശിഥിലഹ മർത്യജീവിതം പ്രതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതിനവരസമാമതോർക്കുകിൽ കൃതികൾ മനുഷ്യകഥാനുഗായികൾ പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം കഴിയുമവ മനസ്സുമാർ മനസ്സൊഴിവത ശക്യമൊരാളിലൂന്നിയാൽ. അടുത്ത ചോദ്യം: മലയാളത്തിലെ പുരുഷഭേദ നിരാസം നിരാസമല്ല അഭാവമാണ് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ സി ഡോക്ടർ കെ എം ജോർജ്. മലയാളത്തിലെ പുരുഷഭേദ നിരാസം നിരാസമല്ല അഭാവമാണെന്ന് പറഞ്ഞത് ഡോക്ടർ കെ എം ജോർജ്. ARൻ്റെ കൊടുന്തമിഴാണ് മലയാളമായി രൂപാന്തരപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന 6 നയങ്ങളിൽ ഒന്നാണ് പുരുഷഭേദ നിരാസം. തമിഴിൽ കർത്താവിന് ക്രിയയോടുള്ള ബന്ധത്തെ കാണിക്കാൻ ക്രിയയുടെ കൂടെ പുരുഷലിംഗ വചന പ്രത്യയങ്ങൾ ചേർക്കാറുണ്ട്. ഉദാഹരണത്തിന് അവൻ വந்தேன், അവൾ വந்தாள். ഈ വക പ്രയോഗങ്ങൾ മലയാളത്തിലില്ല. പുരുഷഭേദ നിരാസമല്ല അഭാവമാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. അടുത്ത ചോദ്യം: കാരിക രൂപത്തിലെഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം? ഓപ്ഷൻ സി കേരള കൗമുദി. കോവുണ്ണി നെടുങ്ങാടിയാണ് കേരള കൗമുദിയുടെ രചയിതാവ്. 1878 കൂനം മാവുങ്കൽ അമലോത്ഭവ മാത അച്ചുകൂടത്തിൽ നിന്നാണ് കേരള കൗമുദി അച്ചടിച്ചത്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് ഉള്ളൂർ രചിച്ച കാവ്യം? ഓപ്ഷൻ എ ആ ചുടലക്കളം. കവിതയുടെ ആരംഭം ഇങ്ങനെയാണ്: അന്ധകാരത്തിൻ വായിൽ വീണുപോയല്ലോ ലോകം ഹന്ത നാമത്രയ്ക്കു മേൽ ശബ്ദരോ സഖാക്കളെ. ആ കവിതയിലെ തന്നെ വരിയാണ്: സോക്രട്ടീസിനെ കൊല്ലുവാൻ ഗരളം കുടിപ്പിച്ചു യേശുവിൻ ശരീരത്തെ കുരിശിൽ തറച്ചു നാം കൃഷ്ണൻ തൻ പാദത്തിനെ കൂർത്തുമൂർത്തമ്പാൽ കീറി കൃത്സനമാം വർഗഭ്രാന്തേ നീ ഇപ്പോൾ ഇതും ചെയ്തു അത്യന്തം കൃതഘ്നങ്ങൾ നീചങ്ങൾ ബീഭത്സങ്ങൾ മർത്യർത്തൻ മതജാതി വർഗാദി ദൗരാത്മ്യങ്ങൾ. ഈ കവിതയിലെ തന്നെ മറ്റു വരിയാണ്: ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം തന്നെ ഒന്നായി താൻ നനയ്ക്കുവാൻ ചൊല്ലുവാൻ പ്രവർത്തിപ്പോൻ കണ്ടിട്ടില്ലൊരുത്തനെ യദ്ദിവ്യൻ പാപിഷ്ഠനെ കേട്ടിട്ടില്ലൊരിക്കലും ഭീതി എന്നൊരു ശബ്ദം. ഉള്ളൂർ ഗാന്ധിജിയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം: ബാലാമണിയമ്മ എഴുതിയ വിലാപകാവ്യം? ഓപ്ഷൻ എ ലോകാന്തരങ്ങളിൽ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ കവിതയാണ് ലോകാന്തരങ്ങളിൽ. മലയാളത്തിന് ആദ്യമായി സരസ്വതി സമ്മാനം ലഭിച്ച കവയിത്രിയാണ് ബാലാമണിയമ്മ. നിവേദ്യം എന്ന കവിതയ്ക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം: മുളങ്കാടുകൾ പൂക്കും പോലെയുള്ളൊരു സവിശേഷ വസന്തം
എന്ന അഭിപ്രായം ഏതു പ്രസ്ഥാനത്തെക്കുറിച്ചാണ്? ഓപ്ഷൻ സി വെൺമണി പ്രസ്ഥാനം. 19-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ കോവിലകം ആസ്ഥാനമായി രൂപം കൊണ്ട കവിതാ പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ, വെൺമണി അച്ഛൻ തമ്പുരാൻ, വെൺമണി മഹൻ തമ്പുരാൻ, കാത്തുള്ളിൽ അച്യുതമേനോൻ ഒറവങ്കര, കുണ്ടൂർ നാരായണ മേനോൻ തുടങ്ങിയവരാണ് വെൺമണി പ്രസ്ഥാനത്തിൽ പ്രശസ്തരായ കവികൾ. വെൺമണി പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനത്തോടനുബന്ധിച്ച് തന്നെയാണെങ്കിലും സംസ്കൃത വിഭക്ത്യന്ത പദങ്ങൾ വളരെ കുറച്ച് മലയാളത്തിനോട് ആഭിമുഖ്യമുള്ള രീതിയിലാണ് വെൺമണി പ്രസ്ഥാനത്തിലെ കവിതകൾ ഉണ്ടായിട്ടുള്ളത്. ലളിതസുന്ദരവും പ്രസാദാത്മകവുമായ മലയാള ഭാഷ വെൺമണി കവികളിൽ കാണാം. ഉദാഹരണത്തിന്, ദയയൊരു ലവലേശം പോലുമില്ലാത്ത ദേശം, പരമിഹ പരദേശം പാർക്കിലത്യന്തമോശം, പറകിൽ നഹി കലാശം പാരിലിങ്ങേകദേശം, സുമുഖി നരകദേശം തന്നെയാണാ പ്രദേശം. വെൺമണി അച്ഛൻ തമ്പുരാൻ്റെ വരികളാണ്. അടുത്ത ചോദ്യം, തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, അപധർമ്മാണത്തിൻ്റെ പ്രമാണരേഖയായി കണക്കാക്കപ്പെടുന്ന ദെറിദയുടെ ഗ്രന്ഥം? ഓപ്ഷൻ സി ഓഫ് ഗ്രാമറ്റോളജി. അപധർമ്മാണത്തിൻ്റെ പ്രമാണരേഖയായി കണക്കാക്കപ്പെടുന്ന ദെറിദയുടെ ഗ്രന്ഥമാണ് ഓഫ് ഗ്രാമറ്റോളജി. ക്വസ്റ്റ്യൻ നമ്പർ 15, പ്ലേറ്റോ സങ്കല്പിച്ച ആദർശ രാഷ്ട്രമേത്? ഓപ്ഷൻ സി റിപ്പബ്ലിക്. ക്വസ്റ്റ്യൻ നമ്പർ 16, തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ആര്? ഓപ്ഷൻ ബി ഉത്രം തിരുനാൾ. അടുത്ത ചോദ്യം, ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ആദ്യ ശാസനം? ഓപ്ഷൻ സി വാഴപ്പിള്ളി ശാസനം. ക്വസ്റ്റ്യൻ നമ്പർ 18, വഴിവാണിഭക്കാരുടെ ഗോഗോവിളി പോലെയാണ് സി.വിയുടെ ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. മധുമക്ഷിക എന്ന കവിത ഏത് കവിയെക്കുറിച്ച് വൈലോപ്പിള്ളി രചിച്ചതാണ്? പി കുഞ്ഞിരാമൻ നായർ. കോട്ടയത്ത് തമ്പുരാൻ സ്ഥാപിച്ച ക്ലാസിക്കൽ അസ്ഥിവാരത്തിൻ്റെ മുകളിൽ ഉണ്ണായി വാര്യർ പണിത ഒരു റൊമാൻറ്റിക് സൗധമാണ് നളചരിതം എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഓപ്ഷൻ ഡി അയ്മനം കൃഷ്ണക്കൈമൾ. അയ്മനം കൃഷ്ണക്കൈമളുടെയാണ് കഥകളി വിജ്ഞാനകോശം, ആട്ടക്കഥാ സാഹിത്യം, നളചരിത സന്ദേശ പഠനം, ഡോക്ടർ ഫോസ്റ്റ് എന്നൊരു ആട്ടക്കഥ എഴുതിയിരിക്കുന്നത് അയ്മനം കൃഷ്ണക്കൈമളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ആരുടെ കവിതയാണ്? ഓപ്ഷൻ ഡി റഫീഖ് അഹമ്മദ്. ക്വസ്റ്റ്യൻ നമ്പർ 22, സ്വവർഗാനുരാഗത്തെ വിഷയമാക്കുന്ന സാറ ജോസഫിൻ്റെ നോവൽ? ഓപ്ഷൻ ഡി ആളോഹരി ആനന്ദം. ക്വസ്റ്റ്യൻ നമ്പർ 23, ഇന്ത്യ എന്ന പ്രണയവിസ്മയം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാര്? ഓപ്ഷൻ സി ഗോപിനാഥ് മുട്ടുകാട്. ക്വസ്റ്റ്യൻ നമ്പർ 24, ധർമ്മരാജ ഗദ്യത്തിലുള്ള ഒരു നായർ മഹാകാവ്യമാണ് എന്ന നിരീക്ഷണം നടത്തിയതാര്? ഓപ്ഷൻ സി എം.പി. പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 25, കവി അർത്ഥപുഷ്ടി വരുത്താനാണ് ഒന്നാമതായി നോക്കേണ്ടത്. രണ്ടാമത് നോക്കേണ്ടതും അർത്ഥപുഷ്ടി വരുത്താൻ തന്നെ. മൂന്നാമതും അർത്ഥപുഷ്ടിക്കായി തന്നെയാണ് മനസ്സ് വയ്ക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഓപ്ഷൻ സി പി അച്യുതമേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 26, ഹാസ്യരസത്തിൻ്റെ നിറം ഏത്? ഓപ്ഷൻ ബി വെളുപ്പ്. പച്ച ശൃംഗാരം, ചാരനിറം കരുണം, ചുവപ്പ് രൗദ്രം, ഓറഞ്ച് വീര്യം, കറുപ്പ് ഭയാനകം, നീല ബീഭത്സം, മഞ്ഞ അത്ഭുതം. ശാന്തത്തിനും വെള്ള നിറം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27, സിസ്റ്റർ മേരി ബെനിജ്ഞ രചിച്ച മഹാകാവ്യം? ഓപ്ഷൻ ഡി മാർത്തോമാ വിജയം. മഹാകാവ്യത്തെ നോവലാക്കിയെന്ന് എസ്.കെ. നായർ വിശേഷിപ്പിച്ച മഹാകാവ്യമാണ് മാർത്തോമാ വിജയം. മലയാള കവയിത്രികളിൽ
മഹാകാവ്യം രചിച്ചതാണ് സിസ്റ്റർ മേരി മെലിഞ്ഞ. മാർത്തോമ വിജയം കൂടാതെ അവരുടെ മറ്റൊരു മഹാകാവ്യമാണ് ഗാന്ധി ജയന്തി. ക്രൈസ്തവ മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകാവ്യമാണ് വേദവിഹാരം. എഴുതിയിരിക്കുന്നത് KP സൈമൺ. ശ്രീയേശു വിജയം ക്രൈസ്തവ കഥ വിഷയമാക്കിയ ആദ്യ മഹാകാവ്യമാണ്. എഴുതിയത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. ബൈബിൾ ആധാരമാക്കി PM ദേവസി രചിച്ച മഹാകാവ്യമാണ് ഇസ്രയേൽ വംശം, മഹാപ്രസ്ഥാനം, രാജാക്കന്മാർ എന്നിവ. ക്വസ്റ്റ്യൻ നമ്പർ 28. കണ്ണുനീർ തുള്ളിയെ ഭാഷയിലെ ത്യാജ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ C സഞ്ജയൻ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളിയെ ഭാഷയിലെ ത്യാജ് എന്ന് വിശേഷിപ്പിച്ചത് സഞ്ജയൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഉമ കേരളത്തിന് രാജനന്ദിനി എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത്? ഓപ്ഷൻ C G ശങ്കരക്കുറുപ്പ്. MN വിജയൻ്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പഠനഗ്രന്ഥം ആരുടെ കൃതികളെക്കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ C ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 31. സമാന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തിഭാഷകളുടെ സമന്വയത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ C ഭാഷാഭേദം. ക്വസ്റ്റ്യൻ നമ്പർ 32. കാരകമില്ലാത്ത വിഭക്തി ഏത്? ഓപ്ഷൻ D സംബന്ധിക. ക്വസ്റ്റ്യൻ നമ്പർ 33. മാർത്താണ്ഡവർമ്മയുടെ അധികാരക്കൊതി സൂചിപ്പിക്കുന്ന തെക്കൻ പാട്ട്? ഓപ്ഷൻ C വലിയ തമ്പി കുഞ്ചു തമ്പി കഥ. ക്വസ്റ്റ്യൻ നമ്പർ 34. ശബ്ദതാരാവലിയെ കൈരളിയുടെ രത്നാഭരണം എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ C ഉള്ളൂർ. 1957 ഭരണഭാഷ മലയാളമാക്കുന്നതിനായി നിയോഗിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഭരണഭാഷ മലയാളമാക്കുന്ന കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ B കോമാട്ടിൽ അച്യുതമേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. അളവിനെ കുറിക്കുന്ന ഭേദകം ഏത്? ഓപ്ഷൻ C പാരിമാണികം. ക്വസ്റ്റ്യൻ നമ്പർ 37. മലയാളത്തിലെ സർവനാമങ്ങൾ സംസ്കാരവുമായാണ് ബന്ധപ്പെടുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ B CL ആൻ്റണി. മലയാളത്തിലെ സർവനാമങ്ങൾ സംസ്കാരവുമായാണ് ബന്ധപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് CL ആൻ്റണി. ക്വസ്റ്റ്യൻ നമ്പർ 38. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേര്? ഓപ്ഷൻ D സ്വനിമം. ക്വസ്റ്റ്യൻ നമ്പർ 39. മിടുക്ക് ഏത് നാമവിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ B ഗുണനാമം. ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ A PK നാരായണപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അടിയാളപ്രേതം എന്ന നോവൽ ആരുടേതാണ്? ഓപ്ഷൻ B PF മാത്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. പോസ്റ്റ് ഹ്യൂമൻ വിചാരലോകങ്ങൾ ആരുടെ രചനയാണ്? ഓപ്ഷൻ A ഡോക്ടർ TT ശ്രീകുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 43. പ്രിയപ്പെട്ട അവിവാഹിതൻ ആരുടെ നാടകമാണ്? ഓപ്ഷൻ B PM ത്യാജ്. ക്വസ്റ്റ്യൻ നമ്പർ 44. അരങ്ങിലെ മത്സ്യഗന്ധികൾ ആരുടെ നാടകമാണ്? ഓപ്ഷൻ A സജിത മഠത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഊരാളി ഗോത്രവർഗ ജീവിതം ചിത്രീകരിക്കുന്ന നോവൽ ഏതാണ്? ഓപ്ഷൻ C കൊളുക്കൻ. എഴുതിയിരിക്കുന്ന പുഷ്പമ്മയാണ്. കൊളുക്കൻ എന്നാൽ നനഞ്ഞ മണ്ണ്, ചെളി എന്നൊക്കെയാണ് അർത്ഥം. ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അവരുടെ തന്നെ കഥ പറയുന്ന ഒരു നോവലാണ് കൊളുക്കൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ഭാഷാചരിത്ര സംബന്ധിയായ മലയാളം മാറ്റവും വളർച്ചയും എന്ന രചന ആരുടേതാണ്? ഓപ്ഷൻ C KM പ്രഭാകര വാര്യർ. ക്വസ്റ്റ്യൻ നമ്പർ 47. ആധുനികതയുടെ അഭാവരണങ്ങൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ B KS രവികുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 48. മുക്തകണ്ഠം VKN എന്ന ജീവചരിത്രത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ D K രഘുനാഥൻ. മുക്തകണ്ഠം VKN എന്ന ജീവചരിത്രത്തിൻ്റെ കർത്താവ് K രഘുനാഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. താഴെ പറയുന്നവരിൽ പാബ്ലോ നെരൂദയുടെ കവിതകൾ വിവർത്തനം ചെയ്തിട്ടില്ലാത്തത്?
ഓപ്ഷൻ സി കടമ്മനിട്ട. ക്വസ്റ്റ്യൻ നമ്പർ 15. ആസിഡ് വിക്ടിമുകളുടെ ജീവിതകഥ പറയുന്ന എവിടം എവിടം എന്ന നോവൽ രചിച്ചതാര്? ഓപ്ഷൻ എ കൽപ്പറ്റ നാരായണൻ. താഴെ പറയുന്നവയിൽ EMSന്റെ രചന അല്ലാത്തത്? ഓപ്ഷൻ സി കേരളത്തിൻ്റെ ഇന്നലകൾ. ക്വസ്റ്റ്യൻ നമ്പർ 52. മലബാർ കലാപത്തെ ആവിഷ്കരിക്കുന്ന നോവൽ ഏതാണ്? ഓപ്ഷൻ സി അന്തിമഹാകാലം. തെറ്റായ ഗണം ഏത്? ഓപ്ഷൻ ഡി ദളിത് ചരിത്ര ദർശനം. KK കൊച്ചണ തെറ്റ്. ദളിത് ഭാഷ എഴുതിയിരിക്കുന്നത് കവീർ മുരളിയാണ്. ദളിത് സാഹിത്യ പ്രസ്ഥാനം KC പുരുഷോത്തമൻ. ദളിത് പഠനം സ്വത്വം സംസ്കാരം സാഹിത്യം ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 54. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി രസിക കൗതുകം MH ശാസ്ത്രി. കാന്താര താരകം AR രാജരാജവർമ്മ. ദീപിക ദേശമംഗലത്ത് രാമവാര്യർ. കൈരളി പത്മന രാമചന്ദ്രൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 55. വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമേത്? ഓപ്ഷൻ എ ഹൃദയപ്രിയ. കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏത്? ഓപ്ഷൻ സി കൊമ്പ്. ഉപയോഗിക്കുന്നത് ചെണ്ട, മന്ദളം, ചേങ്ങില, ഇലത്താളം. ക്വസ്റ്റ്യൻ നമ്പർ 57. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉപാധിയാണ് കല എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ സി ടോൾസ്റ്റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 58. മലയാളത്തിലെ ദളിത് കഥകളുടെ സമാഹാരം ഏതാണ്? ഓപ്ഷൻ ബി ഞാറുകൾ. 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി രൗദ്രസാത്വികം. ക്വസ്റ്റ്യൻ നമ്പർ 60. കേരളത്തിലെ ഏതു നഗരത്തെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 61. നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത് ഏത്? ഓപ്ഷൻ എ കല്യാണ സൗഗന്ധികം. കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നദോന്നത. നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തമാണ്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ഡി ഇളംകുളം കുഞ്ഞൻപിള്ള. ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാര്? ഓപ്ഷൻ സി ബ്ലെസ്സി. ക്വസ്റ്റ്യൻ നമ്പർ 65. കവിതയിൽ വ്യഞ്ജനാക്ഷരം ആവർത്തിച്ചു വരുമ്പോഴുള്ള പ്രാസമേത്? ഓപ്ഷൻ ഡി അനുപ്രാസം. ക്വസ്റ്റ്യൻ നമ്പർ 66. 1712 മലയാള വ്യാകരണം രചിച്ച ഇറ്റാലിയൻ മിഷണറി? ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ആഞ്ചലോസ് പീറ്റർ. പിന്നീട് വന്ന വ്യാകരണ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ ഒരു പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ഇതിൻ്റെ സഹായത്തോടുകൂടി രചിച്ചതാണ്. അതുകൊണ്ടാണ് 1712 ഫ്രാൻസിസ് ആഞ്ചലോസ് പീറ്റർ എഴുതിയ മലയാള വ്യാകരണത്തിന് ഇത്ര പ്രശസ്തി. ക്വസ്റ്റ്യൻ നമ്പർ 67. ഏതു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ് PVK പനയാലിൻ്റെ ഖനിജം? ഓപ്ഷൻ എ കയ്യൂർ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 68. ജോർജ് ഓണംകൂർ രചിച്ച മണൽക്കാറ്റിൻ്റെ ശബ്ദം ആരുടെ ജീവചരിത്രമാണ്? ഓപ്ഷൻ സി CJ തോമസ്. ക്വസ്റ്റ്യൻ നമ്പർ 69. നാടക പഠനവുമായി ബന്ധപ്പെട്ട് നാടകീയം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ബി കൈനക്കര കുമാരപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 70. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി കൊച്ചി. ക്വസ്റ്റ്യൻ നമ്പർ 71. കമ്പി കഴുത്ത് വാൽക്കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ ഏതുതരം പാട്ടിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി മാപ്പിളപ്പാട്ട്. കമ്പി കഴുത്ത് വാൽക്കമ്പി തുടങ്ങിയത് പ്രാസമാണ്. അത് മാപ്പിളപ്പാട്ടിലാണ് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എങ്ങനെയാണ് എല്ലാ സാഹിത്യ വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 72.
ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ആദ്യ മലയാള പരിഭാഷ നിർവഹിച്ചതാര്? ഓപ്ഷൻ സി കീഴടത്ത് മാധവൻ നായർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചതാര്? ഓപ്ഷൻ എ വി ഷിനിലാൽ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം എം ഗോവിന്ദൻ. പട്ടാമ്പിപ്പുഴ മണലിൽ പി വി രാമചന്ദ്രൻ. കായ്ക്കരയിലെ കടൽ ഡി വിനയചന്ദ്രൻ. ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ ഇടശ്ശേരി. നഗ്ന കവിതകളുടെ സമാഹാരമായ യക്ഷിയുടെ ചുരിദാർ രചിച്ചതാര്? ഓപ്ഷൻ സി കുരീപ്പുഴ ശ്രീകുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 76. തൊട്ടപ്പൻ എന്ന ചെറുകഥ രചിച്ചതാര്? ഓപ്ഷൻ സി ഫ്രാൻസിസ് നൊറോണ. പ്രത്യയമില്ലാത്ത പദങ്ങൾ ഏത് കക്ഷിയിലുള്ള ഭാഷകളിലാണ് കാണാറുള്ളത്? ഓപ്ഷൻ ബി പ്രാകൃത കക്ഷ്യ. താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ വാഴയില. വാഴ അധികം ഇല. യകാര ആഗമം. ക്വസ്റ്റ്യൻ നമ്പർ 79. ഏറുമുള്ളാൻ മുക്രി എന്ന കഥാപാത്രം ഏത് നോവലിലാണുള്ളത്? ഓപ്ഷൻ സി സ്മാരകശിലകൾ. പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് ഏറുമുള്ളാൻ മുക്രി. അടുത്ത ചോദ്യം. പുനൻ നമ്പൂതിരി, രാഘവൻ, ശങ്കരൻ എന്നീ കവികളെക്കുറിച്ച് പ്രസ്താവമുള്ള മണിപ്രവാള കാവ്യം? ഓപ്ഷൻ എ ചന്ദ്രോത്സവം. ക്വസ്റ്റ്യൻ നമ്പർ 81. ടാവു റാവു ഇരട്ടിപ്പു നാമാന്തരത്തിൽ യഥോചിതം എന്ന കേരള പാണിനീയ കാരികയ്ക്ക് സമാനമായ ലീലാതിലക സൂത്രമേത്? ഓപ്ഷൻ സി റുട്ടോർച്ച് ദിത്വം ച. ക്വസ്റ്റ്യൻ നമ്പർ 82. സംഘകാലത്ത് പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്ന നാട്ടുകൂട്ടങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ മൻറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 83. വീരരസത്തിൻ്റെ സ്ഥായി ഭാവം ഏത്? ഓപ്ഷൻ ഡി ഉത്സാഹം. അഭിസംക്രമണ സിദ്ധാന്തം കലാപഠനത്തിന് ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ സി ലിയോ ടോൾസ്റ്റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ക്യാ എന്ന നാടകീയ കവിത രചിച്ചതാര്? ഓപ്ഷൻ ബി കടമ്മനിട്ട രാമകൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 86. വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ എ ജീവിതം ഒരു പെൻഡുലം. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇസ്ലാം മത സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്ന മാഹമ്മദം എന്ന മഹാകാവ്യം രചിച്ചതാര്? ഓപ്ഷൻ സി പൊൻകുന്നം സെയ്ദു മുഹമ്മദ്. ഒന്നാം, രണ്ടാം, മൂന്നാം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? ഓപ്ഷൻ ബി പൂരണി തത്തിത്വം. ക്വസ്റ്റ്യൻ നമ്പർ 89. വയനാടൻ രാമായണം സമ്പാദിച്ച് പ്രസിദ്ധീകരിച്ച ഗവേഷകൻ ആര്? ഓപ്ഷൻ ഡി അസീസ് തരുവണ. ക്വസ്റ്റ്യൻ നമ്പർ 90. ദേവദാസികളും സാഹിത്യ ചരിത്രവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ എ ഡോക്ടർ പി സോമൻ. ക്വസ്റ്റ്യൻ നമ്പർ 91. താഴെ പറയുന്നവയിൽ അരവിന്ദൻ്റെ ചലച്ചിത്രം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി മുഖാമുഖം. മുഖാമുഖം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചലച്ചിത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. ദി ന്യൂ ക്രിറ്റിസിസം എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ ഡി ജോൺ ക്രോവ് റാൻസം. ക്വസ്റ്റ്യൻ നമ്പർ 93. 1891 കോട്ടയം കേന്ദ്രമായി രൂപം കൊണ്ട കവി സമാജം പിന്നീട് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ഭാഷാ പോഷിണി സഭ. ക്വസ്റ്റ്യൻ നമ്പർ 94. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി രുദ്രടൻ, സാഹിത്യദർപ്പണം, ദണ്ഡി, കാവ്യപ്രകാശം, മമ്മടൻ, കാവ്യാദർശം, വിശ്വനാഥ പണ്ഡിതൻ, കാവ്യാലങ്കാരം. ക്വസ്റ്റ്യൻ നമ്പർ 95. കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക? ഓപ്ഷൻ സി കേളി. ക്വസ്റ്റ്യൻ നമ്പർ 96. ബ്ലോഗ് കവിതകളുടെ സമാഹാരമായ നാലാമിടം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതാര്? ഓപ്ഷൻ എ
കെ സച്ചിദാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 97. പാനമട്ട് എന്നറിയപ്പെടുന്ന മലയാള വൃത്തത്തിൻ്റെ ശരിയായ പേരെന്ത്? ഓപ്ഷൻ സി ദ്രുതകാകളി. താഴെ പറയുന്നവയിൽ സി വി രാമൻ പിള്ളയുടെ കഥാപാത്രം അല്ലാത്തത് ആര്? ഓപ്ഷൻ എ അണ്ണാത്തിര വാദ്യാർ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തോളിൻ്റെ ഏത് കവിതയിലാണ് ഈ വരികളുള്ളത്? ഓപ്ഷൻ സി കിളിക്കൊഞ്ചൽ. ക്വസ്റ്റ്യൻ 100. ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ 1824 കോട്ടയത്തുനിന്ന് പ്രസിദ്ധീകരിച്ചത് ആര്? ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 101. പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ച വേണാട്ട് രാജാവ്? ഓപ്ഷൻ സി കോട്ടയം കേരളവർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 102. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജവംശം ഏത്? ഓപ്ഷൻ ഡി കൊച്ചി രാജവംശം. ക്വസ്റ്റ്യൻ നമ്പർ 103. മലയാള നിരൂപണത്തിൻ്റെ കൂട്ടത്താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാഹിത്യ ചരിത്ര കൃതി ഏത്? ഓപ്ഷൻ ബി കൈരളിയുടെ കഥ. ക്വസ്റ്റ്യൻ നമ്പർ 104. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ചിദംബരം അരവിന്ദിൻ്റെ സിനിമയാണ്. പിറവി ഷാജി എൻ കരുണിൻ്റെ സിനിമയാണ്. മങ്കമ്മ ടി വി ചന്ദ്രൻ്റെ സിനിമയാണ്. കഥാപുരുഷൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ കൈമുക്ക് എന്ന ശിക്ഷാ സമ്പ്രദായത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന സന്ദേശകാവ്യം ഏത്? ഓപ്ഷൻ ഡി ശുകസന്ദേശം. ക്വസ്റ്റ്യൻ നമ്പർ 106. പി കെ പരമേശ്വരൻ നായർ പുരസ്കാരം ഏത് സാഹിത്യശാഖയിലെ കൃതികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ സി ജീവചരിത്രം. ക്വസ്റ്റ്യൻ നമ്പർ 107. ചേരുംപിടി ചേർക്കുക. ഓപ്ഷൻ എ ആഗ്നേയം പി വത്സലയുടെ നോവലാണ്. ഒതപ്പ് സാറ ജോസഫിൻ്റെ നോവലാണ്. പിറ സി എസ് ചന്ദ്രികയുടെ നോവലാണ്. ഹെർബേറിയം സോണിയ റഫീഖിൻ്റെ നോവലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 108. കഥയില്ലാത്തവൻ്റെ കഥ എന്ന ആത്മകഥ രചിച്ച കവി ആര്? ഓപ്ഷൻ ബി എം എൻ പാലൂര്. മഹാഭാരതത്തിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ച് സച്ചിദാനന്ദൻ രചിച്ച നാടകീയ കാവ്യം ഏത്? ഓപ്ഷൻ ഡി മുക്ത. ക്വസ്റ്റ്യൻ നമ്പർ 110. കുമാരനാശാൻ്റെ ദുരവസ്ഥയെ ആധാരമാക്കി ജാതവേദസ്സെ മിഴി തുറക്കൂ എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ സി പിരപ്പൻകോട് മുരളി. ക്വസ്റ്റ്യൻ നമ്പർ 111. താഴെ പറയുന്നവയിൽ ഏത് തൂലികാനാമമാണ് ONV കുറുപ്പ് ഉപയോഗിച്ചിരുന്നത്? ഓപ്ഷൻ സി ബാലമുരളി. ബൈബിളിലെ പഴയ നിയമത്തിലെ ഉത്തമ ഗീതങ്ങളെ ചങ്ങമ്പുഴ ഏത് പേരിലാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? ഓപ്ഷൻ സി ദിവ്യഗീതം. ജയദേവൻ്റെ ഗീതഗോവിന്ദമാണ് ദേവഗീത എന്ന പേരിൽ ചങ്ങമ്പുഴ വിവർത്തനം ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 113. അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ നൃത്തം എന്നീ കാവ്യരൂപങ്ങളെപ്പറ്റി പരാമർശമുള്ള പ്രാചീന കാവ്യമേത്? ഓപ്ഷൻ ബി ഉണ്ണിച്ചിരുദേവി ചരിതം. അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ നൃത്തം എന്നീ കാവ്യരൂപങ്ങളെപ്പറ്റി പരാമർശമുള്ള പ്രാചീന കാവ്യം ഉണ്ണിച്ചിരുദേവി ചരിതം. ക്വസ്റ്റ്യൻ നമ്പർ 114. വള്ളത്തോൾ വിവർത്തനം ചെയ്ത ഭാസനാടകം ഏത്? ഓപ്ഷൻ സി ഊരുഭംഗം. വള്ളത്തോൾ വിവർത്തനം ചെയ്ത ഭാസനാടകം ഊരുഭംഗം. ക്വസ്റ്റ്യൻ നമ്പർ 115. താഴെ പറയുന്നവയിൽ സച്ചിദാനന്ദൻ രചിച്ച നാടകകൃതി ഏത്? ഓപ്ഷൻ ഡി ഗാന്ധി. സച്ചിദാനന്ദൻ രചിച്ച നാടകകൃതി ഗാന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 116. കോവിലൻ്റെ തട്ടകം എന്ന നോവലിനെ അതേ പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഓപ്ഷൻ എ വാസന്തി ശങ്കരനാരായണൻ. ക്വസ്റ്റ്യൻ നമ്പർ 117. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണി അമ്മയുടെ ഓർമ്മക്കുറിപ്പാണ്.
ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള. എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ. ഇശൽ നിലാവ് എന്ന മാപ്പിളപ്പാട്ട് സമാഹാരം ആരുടേതാണ്? ഇശൽ നിലാവ്. ഓപ്ഷൻ സി വി എം കുട്ടിയുടെ മാപ്പിളപ്പാട്ട് സമാഹാരമാണ് ഇശൽ നിലാവ്. ക്വസ്റ്റ്യൻ നമ്പർ 119. കേരളത്തിലെ ഗോത്രഭാഷകളിൽ ഒന്നായ രാവൂള ഭാഷയിൽ കവിതകൾ എഴുതുന്ന കവി ആര്? ഓപ്ഷൻ ബി സുകുമാരൻ ചാലികത. പ്രാദേശികമായി എരവ അല്ലെങ്കിൽ അടിയാൻ എന്നറിയപ്പെടുന്ന റാവുള്ളർ സംസാരിക്കുന്ന കർണാടകത്തിലെയും കേരളത്തിലെയും ദ്രാവിഡ ഭാഷയാണ് റാവുള ഭാഷ. ഇന്ത്യയിലെ ഭാഷാശാസ്ത്രത്തിലും സെൻസസിലും മലയാളം ഭാഷകൾ എന്ന വിഭാഗത്തിലാണ് റാവുള ഭാഷയെ തരംതിരിച്ചിരിക്കുന്നത്. മഞ്ഞപ്പട്ട് എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ വരുന്ന സമാസമേത്? ഓപ്ഷൻ സി കർമ്മധാരയൻ. മഞ്ഞയായ പട്ട്, മഞ്ഞപ്പട്ട്, കർമ്മധാരയൻ. ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി നോക്കാൻ ശ്രമിക്കുക. മലയാള സാഹിത്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ള വിഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടെത്താൻ നമ്മളത് സഹായിക്കും. പ്രത്യേകിച്ച് അറബി സാഹിത്യം, ദലിത് ഭാഷകൾ, നാടകങ്ങൾ, ജീവചരിത്രം, ആത്മകഥ തുടങ്ങിയതിലെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് പ്രാചീന സാഹിത്യത്തെക്കാളും പുതിയ പുസ്തകങ്ങളും പുതിയ എഴുത്തുകാരാണ് കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാഹിത്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ഇനം ചോദ്യങ്ങളെ പരിചയപ്പെടാൻ ചോദ്യപേപ്പറുകൾ നോക്കുന്നതിലൂടെ നമുക്ക് കഴിയും.